നമസ്തേ. എന്തുകൊണ്ടാണ് വിജയിച്ച യുവാക്കളുടെ കഥകൾ വാർത്തയാകാത്തത്? പക്ഷെ മുദ്രാവാക്യം വിളിക്കുന്നവർ മാത്രമാണ് ദിവസവും നമ്മുടെ സ്ക്രീനുകൾ നിറയ്ക്കുന്നത്. നമ്മൾ കാണുന്നത് യഥാർത്ഥ ഇന്ത്യയാണോ അതോ തെരഞ്ഞെടുത്ത ഇന്ത്യയോ? ഒരു വശത്ത് റോക്കറ്റ് വിക്ഷേപിക്കുന്ന യുവാക്കൾ, മറുവശത്ത് റോഡിൽ കലാപം നടത്തുന്ന ചിലർ. ഇവരിൽ ആരെയാണ് നമ്മുടെ സമൂഹം, യുവജനതയുടെ മുഖം എന്ന് കാണുന്നത്? ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഞാൻ എഴുതിയ അഭിപ്രായമൊന്നുമല്ല. ഫേസ്ബുക്കിൽ സാമൂഹ്യ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് പങ്കുവെച്ച 2 കുറിപ്പുകളാണ്. അവ വായിച്ചപ്പോൾ ചില ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നു വന്നു. അതുകൊണ്ടാണ് അത് തത്വമയി പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഈ കുറിപ്പുകളിലെ എല്ലാ അഭിപ്രായങ്ങളോടും എല്ലാവരും യോജിക്കണമെന്നൊന്നുമില്ല. ചില വാദങ്ങൾ വിവാദപരമായി തോന്നാനും സാധ്യതയുണ്ട്. എന്നാൽ ഇതിൽ ഉയർത്തുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. നമ്മുടെ സമൂഹവും മാധ്യമങ്ങളും ആരെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? രാജ്യത്തിനായി നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നവരെയാണോ അതോ വിവാദങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിക്കുന്നവരെയാണോ? ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഈ 2 കുറിപ്പുകൾ നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ കുറിപ്പ്. മലയാളികൾ ആരെങ്കിലും നന്ദിത സിൻഹ എന്ന് പേര് കേട്ടിട്ടുണ്ടോ? പ്രത്യൂഷ് കുമാർ എന്ന പേര് കേട്ടിട്ടുണ്ടോ? പവൻ കുമാർ, നാഗഭാരത് തുടങ്ങിയ പേരുകൾ കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം പോട്ടെ, വയനാടുകാരനായ PC മുസ്തഫയെ അറിയുമോ? എവിടെ? ഇവരുടെ ഒന്നും പേരുകൾ നമ്മുടെ മാധ്യമങ്ങളിൽ വരില്ല. കാരണം ഇവരെ പോലുള്ള ചെറുപ്പക്കാരെ മാതൃകയാക്കാൻ നമ്മുടെ യുവജനങ്ങൾ ശ്രമിച്ചാൽ പിന്നെ രാജ്യത്ത് കലാപവും അരാജകത്വവും ഒക്കെ ആരുണ്ടാക്കും? മിന്ത്രയുടെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ നന്ദിത സിൻഹ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിന്റെ തലപ്പത്തേക്ക് എന്നതായിരുന്നു ഇന്നലത്തെ പ്രധാന വാർത്ത. ഇന്ത്യയ്ക്കായി സൊവേറിയൻ AI, സ്വദേശീയ AI വികസിപ്പിക്കുന്ന സർവം AI എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI സ്റ്റാർട്ടപ്പിന്റെ ഒരു സ്ഥാപകനാണ് പ്രത്യൂഷ് കുമാർ എന്ന 38-കാരൻ. ബാംഗ്ലൂർ ആസ്ഥാനമായ ആ കമ്പനിയുടെ വിപണി മൂല്യം ഇന്നലെ $1.5 ബില്യണിൽ എത്തി. പവൻ കുമാർ, നാഗഭാരത് തുടങ്ങിയ 2 ചെറുപ്പക്കാർ തുടങ്ങിയ സ്കൈറൂട്ട് എന്ന സ്റ്റാർട്ടപ്പാണ് സ്വകാര്യ മേഖലയിലെ ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് 2026 ജൂലൈ 18 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചത്. ഇത് ഇന്ത്യയെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷിയുള്ള ലോകത്തിലെ 3ാമത്തെ രാജ്യമാക്കി മാറ്റി എന്നതും എടുത്തു പറയണം. ഇന്ത്യയിലെ പ്രമുഖ ഫ്രഷ് ഫുഡ് ബ്രാൻഡുകളിൽ ഒന്നായിട്ടുള്ള ID ഫ്രഷ് ഫുഡിന്റെ സ്ഥാപകനാണ് 45-കാരനായ PC മുസ്തഫ. ഇപ്പോഴത്തെ അവരുടെ കമ്പനിയുടെ ഏകദേശ വിപണി മൂല്യം രൂപ 4450 കോടിയാണ്. ഇത്തരം പോസിറ്റീവായ നിരവധി വാർത്തകൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ദില്ലിയിലെ ഒരു അരാജകവാദിയും പൊക്കിപ്പിടിച്ച് നടക്കുകയാണ് കേരള മാപ്രകൾ. 15 കേസിലെ പ്രതി, വയസ്സ് 32 ഇപ്പോഴും JNUവിൽ ഗവേഷണത്തിലാണ്. വാഴക്കുല പ്രബന്ധം പോലുള്ള ഉടായ്പിൽ ആകും ഇവറ്റകളുടെ ഗവേഷണം എന്ന് പറയണ്ടല്ലോ. നാടിന് ഗുണമില്ല, വീട്ടുകാർക്ക് ഗുണമില്ല, ഒരു ജോലി ചെയ്യാൻ അറിയില്ല. 32 വയസ്സായിട്ടും പഠനം തീർന്നിട്ടില്ല. ആകെ അറിയാവുന്നത് ആസാദി എന്നും പറഞ്ഞ് അലറാനും രാജ്യത്ത് കലാപം സംഘടിപ്പിക്കാനും ആരെങ്കിലും ഊറ്റി ജീവിക്കാനും മാത്രം. പോരാട്ടമാണത്രേ. എന്തിനോട് പോരാട്ടം? സ്വയം തോൽവിയായ ഇവറ്റകൾക്ക് ജീവിതത്തിൽ വിജയം നേടിയവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ അത്രേ ഉള്ളൂ. കോടതിയിൽ അടച്ച പിഴത്തുക പോലും നാട്ടുകാരെ പിടിച്ചു പറിച്ചതാകാനേ വഴിയുള്ളൂ. ഈന്തപ്പഴത്തിനും അണ്ടിപ്പരിപ്പിനും ഗൾഫിൽ പോയി കുനിഞ്ഞു നിൽക്കുന്ന മാപ്രകൾ ഇത്തരം അരാജകവാദികളെയും ഗൾഫിൽ നിന്ന് ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ വരുന്ന പൊട്ടൻഷ്യൽ തീവ്രവാദികളെയും പ്രൊമോട്ട് ചെയ്തതിൽ അത്ഭുതമൊന്നുമില്ല. തോൽവികളായ ഇവറ്റകളുടെ അരാജകത്വവും കണ്ട് തുള്ളാൻ പോയാൽ നഷ്ടം അവരവർക്ക് മാത്രമാണ്. ജീവിതത്തിൽ ഒന്നുമാകാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷനാണ് ഇവറ്റകൾക്ക്. പിന്നെ സമരജീവികളായതുകൊണ്ട് ആരെങ്കിലും ഓസി ജീവിച്ചോളും. യഥാർത്ഥ യുവജനങ്ങൾ ഇന്ത്യയുടെ അനന്തമായ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് കഠിനാധ്വാനം ചെയ്ത് വിജയം കണ്ടെത്തി രാജ്യത്തിനും കുടുംബത്തിനും മുതൽക്കൂട്ടാകുന്നു. ആരും ഒന്നും വീട്ടിൽ കൊണ്ടുതരില്ല. സ്കിൽ ഉള്ളവർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും അവസരങ്ങൾ ഒത്തിരിയുണ്ട് നമ്മുടെ രാജ്യത്ത്. അതിന് കഴിവില്ലാത്തവരാണ് 32 വയസ്സായിട്ടും ആസാദിയും വിളിച്ച് മൂഞ്ചിയ ജീവിതവുമായി നടക്കുന്നത്. തോൽവികൾ അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കട്ടെ, തെറിപ്പാട്ട് പാടട്ടെ. അങ്ങനെയെങ്കിലും അവരുടെ ഫ്രസ്ട്രേഷൻ തീരുമെങ്കിൽ തീരട്ടെ. അവരെ കൊണ്ട് അത് മാത്രമേ പറ്റൂ. ഇങ്ങനെയാണ് ആ ഒരു ആദ്യത്തെ കുറിപ്പ് അവസാനിക്കുന്നത്. ഇനി 2ാമത്തെ കുറിപ്പൊന്ന് വായിച്ചാലോ? ജെൻസികൾ എന്ന യുവജനതയെക്കുറിച്ച് സമൂഹത്തിൽ വലിയ തോതിലുള്ള തെറ്റിദ്ധാരണ നിലവിലുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിലെ കലാപം കൂടി കഴിഞ്ഞപ്പോൾ. അവിടെ കലാപം നടത്തിയവരിൽ 90% കൊലപാതക കേസും പോക്സോ കേസും മുതൽ പിടിച്ചുപറിയും മോഷണം വരെ നടത്തുന്ന കൊടും ക്രിമിനലുകളായിരുന്നു എന്ന് ദില്ലി പോലീസ് തന്നെ പറയുന്നു. പിന്നെ കുറെ സ്ഥിരം സമരജീവികളും ഗൾഫിൽ നിന്ന് കലാപം ഉണ്ടാക്കാനെത്തിയ കുറെ പൊട്ടൻഷ്യൽ തീവ്രവാദികളും. വിദ്യാർത്ഥികൾ എന്ന പേരിൽ വളരെ കുറച്ചുപേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം പരാജയങ്ങൾക്ക് കാരണം സർക്കാർ ആണെന്ന് കരുതി അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഇറങ്ങിയ കുറച്ചു തോൽവികൾ, അത്രയേ ഉള്ളൂ. ചോദ്യപേപ്പർ ചോർച്ച ഇതിനു മുൻപും എത്രയോ തവണ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ സമ്മർദ്ദം കാരണം 2026 മുൻപ് ഏകദേശം
90-നടുത്ത് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായത് വലിയ വീഴ്ച തന്നെയാണ്. അത് ആവർത്തിക്കാൻ പാടില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും വേണം. പക്ഷെ പഠിക്കുന്ന കുട്ടികൾ അതും ഒരു അവസരമാക്കി കൂടുതൽ മെച്ചപ്പെട്ട റാങ്ക് വാങ്ങിക്കാനാണ് ശ്രമിച്ചത് എന്ന് അവർ തന്നെ പറയുന്നു. എനിക്ക് പഠിക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ മത്സര പരീക്ഷകളിൽ മികച്ച റാങ്ക് നേടാൻ കഴിയുന്നില്ല എങ്കിൽ അത് എന്റെ മാത്രം പ്രശ്നമാണ്. അതിന് തെരുവിൽ കിടന്ന് പ്രധാനമന്ത്രിയെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. ചോദ്യപേപ്പർ ചോർന്നില്ലായിരുന്നുവെങ്കിൽ തെരുവിൽ കലാപമുണ്ടാക്കാൻ ഇറങ്ങിയവർ ഇപ്പോൾ എല്ലാവരും ഡോക്ടർമാർ ആകുമായിരുന്നല്ലോ, അല്ലേ? പഠനത്തിൽ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന മെന്റലി ടഫായ കുട്ടികൾ മാത്രമാണ് ഇത്തരം മത്സര പരീക്ഷകൾ പാസ്സാകുന്നത്. അതേപോലെയാണ് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലിയില്ല എന്ന് പറഞ്ഞുള്ള മോങ്ങൽ. വാഴക്കുല പ്രബന്ധം കൊണ്ട് ഡോക്ടറേറ്റും അമ്മായിയുടെ ലോ കോളേജ് നൽകുന്ന ബിരുദവും ഒക്കെയാണല്ലോ ഇവിടെ പലരുടെയും ഉന്നത വിദ്യാഭ്യാസം. കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ഏത് ജോലിക്കും സ്കില്ലുള്ളവരെയാണ് വേണ്ടത്. നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ട സ്കില്ലില്ലാത്തതിന് സർക്കാർ എന്ത് ചെയ്യാനാണ്? HR പ്രൊഫഷണൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കമ്പനികൾക്ക് വേണ്ട സ്കില്ലുള്ളവരെ കിട്ടാൻ പ്രയാസമാണ് എന്നാണ്. തൊഴിലില്ലാത്തതല്ല, സ്കില്ലില്ലാത്തതാണ് പ്രശ്നം. സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാൻ എത്രയോ അവസരങ്ങൾ ഇന്ത്യയിലുണ്ട്. 2.23 ലക്ഷം സ്റ്റാർട്ടപ്പുകളാണ് ഇന്ത്യയിലുള്ളത്. അതിലൂടെ തന്നെ 23.36 ലക്ഷം പേർക്ക് ജോലി ലഭിക്കുന്നു എന്നാണ് ഔദ്യോഗിക രേഖകൾ പറയുന്നത്. തെരുവിൽ കലാപവുമായി നടക്കുന്ന തോൽവികൾ ഇന്ത്യൻ യുവജനതയുടെ പ്രതിനിധികളൊന്നുമല്ല. യഥാർത്ഥ യുവജനത അവരുടെ പഠനത്തിൽ ഫോക്കസ് ചെയ്തും കൃത്യമായ ലക്ഷ്യത്തോടെ അവരുടെ കരിയർ കണ്ടെത്തുകയും ചെയ്യുന്നു. അല്ലാതെ തോൽവികളെ പോലെ തെറിയും പറഞ്ഞ് കലാപമുണ്ടാക്കാൻ ഇറങ്ങുന്നില്ല. തോൽവികളുടെ വിചാരം തെറി പറയുന്നതും പ്രധാനമന്ത്രിയുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ വിളിക്കുന്നതും വലിയ വിജയമാണെന്നാണ്. ജീവിതത്തിൽ ഒന്നുമാകാൻ പറ്റാത്തതിന്റെ അങ്ങേയറ്റത്തെ നിരാശ, അത്രയേ ഉള്ളൂ ഇതൊക്കെ. സ്വന്തം കഴിവുകേട് മറക്കാൻ തെറി വിളിച്ച് സമാധാനിക്കുന്ന മാനസിക രോഗികൾ. ഓരോ തലമുറയും തങ്ങൾക്ക് ശേഷമുള്ള തലമുറയെ വിമർശിക്കാറുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രവണതയാണ്. ജെൻസി തലമുറയും മിടുക്കർ തന്നെയാണ്. അവർക്ക് കൃത്യമായ ലക്ഷ്യബോധമുണ്ട്. പഠനത്തിനും കരിയറിനും ഫോക്കസ് കൊടുക്കുന്നത് കൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത എത്രയോ കുട്ടികൾ നമുക്കിടയിൽ തന്നെയുണ്ട്. കഞ്ചാവും വലിച്ച് അരാജകത്വവും കാണിച്ച് കലാപവും ഉണ്ടാക്കി നടക്കുന്ന തോൽവികളുടെ എണ്ണം വളരെ തുച്ഛമാണ്. സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് കുറെ വാർത്തകൾ വരുന്നു എന്നേ ഉള്ളൂ. ശരാശരി 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സംഘം ചെറുപ്പക്കാർ നിർമ്മിച്ച സ്വകാര്യ മേഖലയിലെ ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് 2026 ജൂലൈ 18 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചത് ആരെങ്കിലും അറിഞ്ഞോ എന്നറിയില്ല. ഇത് ഇന്ത്യയെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷിയുള്ള ലോകത്തിലെ 3ാമത്തെ രാജ്യമാക്കി മാറ്റി എന്നതും എടുത്തു പറയണം. അവരൊക്കെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ യുവജനങ്ങളുടെ പ്രതിനിധികൾ. അല്ലാതെ കഞ്ചാവും വലിച്ച് അരാജകത്വവും കാണിച്ച് കലാപവും ഉണ്ടാക്കി നടക്കുന്ന തോൽവികളല്ല. അവറ്റകളുടെ എണ്ണം കമ്മികൾക്ക് ഡൽഹിയിൽ കിട്ടുന്ന വോട്ടിന്റെ എണ്ണത്തിന്റെ അത്ര പോലുമില്ല. കുറച്ച് തോൽവികളുടെ കോപ്രായങ്ങൾ മാത്രം കണ്ടിട്ട് പുതിയ തലമുറയെ വിലയിരുത്തേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സമൂഹത്തെയും ഒരു തലമുറയും വിലയിരുത്തേണ്ടത് കുറച്ച് അക്രമകാരികളെയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയല്ല. രാജ്യത്തിനായി പഠിച്ചും ഗവേഷണം നടത്തിയും സംരംഭങ്ങൾ ആരംഭിച്ചും ലോകവേദിയിൽ ഇന്ത്യ ഉയർത്തിപ്പിടിച്ചും മുന്നേറുന്ന യുവാക്കളാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി. ചിലരുടെ കോപ്രായങ്ങൾ ഒരു തലമുറയുടെ മുഖമല്ല, ഇന്ത്യയുടെ യഥാർത്ഥ യുവജനതയുടെ മുഖം പരിശ്രമവും കഴിവും ലക്ഷ്യബോധവുമാണ്. ഇങ്ങനെയാണ് ജിതിൻ കെ ജേക്കബിന്റെ 2 ഫേസ്ബുക്ക് കുറിപ്പുകൾ അവസാനിക്കുന്നത്. ഈ 2 കുറിപ്പുകളും നിങ്ങൾ കേട്ടു. ഇവയിലെ അഭിപ്രായങ്ങളോട് നിങ്ങൾ പൂർണ്ണമായും യോജിക്കാം, ചില ഭാഗങ്ങളോട് വിയോജിക്കാം, അല്ലെങ്കിൽ രണ്ടിനും ഇടയിലുള്ള ഒരു നിലപാടും സ്വീകരിക്കാം. പക്ഷേ ഒരു കാര്യം നമുക്കെല്ലാവർക്കും ചിന്തിക്കാം, ഒരു തലമുറയെ വിലയിരുത്തേണ്ടത് കുറച്ച് വൈറൽ സംഭവങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയാണോ, അതോ നിശബ്ദമായി പഠിച്ചും ഗവേഷണം ചെയ്തും സംരംഭങ്ങൾ സൃഷ്ടിച്ചും രാജ്യത്തിന് സംഭാവന ചെയ്യുന്ന ലക്ഷക്കണക്കിന് യുവാക്കളെ നാം കാണേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക. മാധ്യമങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് വിജയത്തിന്റെയും പ്രചോദനത്തിന്റെയും കഥകൾക്കാണോ, അതോ വിവാദങ്ങളും പ്രതിഷേധങ്ങളുമാണോ യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനം? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പങ്കുവെക്കൂ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പോലും ഉണ്ടെങ്കിൽ പരസ്പര ബഹുമാനത്തോടെ നമുക്ക് കമന്റുകളിൽ ചർച്ച ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വീണ്ടും കാണാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.